തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി കെ മുരളീധരന്റെ അനുയായിയും DCC സെക്രട്ടറിയുമായ സജീവൻ കുറിയിച്ചിറയെ മർദ്ദിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. വിവരങ്ങളുമായി തിയോഫൻ ചേരുന്നു തൃശൂരിൽ നിന്ന്. തിയോഫൻ, മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. DCCക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ പരസ്യമായ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു. എന്താണ് സംഭവിച്ചത്? അഞ്ജന, തൃശൂർ DCCയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. നേരത്തെ സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് തുടക്കം. ഇതിന്റെ പിന്നാലെ സജീവനെ അനുകൂലിക്കുന്ന വിഭാഗം ഏതാനും പേർ രംഗത്തെത്തുകയും ജോസ് വള്ളൂരിന്റെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുമായി ഇവർ വാഗ്വാദത്തിൽ ഏർപ്പെടുകയും പിന്നീട് അടുത്ത ഘട്ടം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇപ്പോഴും തൃശൂർ DCC ഓഫീസിൽ വലിയ സംഘർഷവും വാക്കേറ്റവും പരസ്പരമുള്ള പോർവിളിയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിന്റെ തുടർച്ചയാണിത്. മുരളീധരനെ അനുകൂലിക്കുന്ന ആളാണ് സജീവൻ കുരിയച്ചിറ എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സജീവനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഈ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന വിഭാഗവും തമ്മിലാണ് ഇപ്പോൾ വലിയ തർക്കവും വാഗ്വാദവും നടക്കുന്നത്. ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന ഏതാനും പേർ ചേർന്ന് സജീവനെ മർദ്ദിച്ചു എന്നാണ് സജീവൻ കുരിയച്ചിറ പറയുന്നത്. വലിയ തോതിൽ ഇപ്പോൾ ബഹളവും വാക്കേറ്റവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിയോഫൻ ഇപ്പോൾ സംഭവ സ്ഥലത്താണോ ഉള്ളത്? അഞ്ജന, ഒന്നുകൂടി ക്ലിയർ ആയി, വ്യക്തമായിട്ടില്ല. സംഭവ സ്ഥലത്താണോ? തൃശൂർ DCCയിലാണോ ഉള്ളത്? നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ DCCയിലാണ്. ഇവിടെ വാക്കേറ്റം ഇപ്പോൾ DCCയുടെ ഓഫീസിന്റെ മുൻവശത്ത് തന്നെ, ഓഫീസിന്റെ മുകളിലത്തെ പടിയിലേക്ക് കയറുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ അംഗങ്ങൾ തമ്മിലുള്ള, കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള രണ്ട് വിഭാഗമായി തിരിഞ്ഞ് പരസ്പരം പോർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ സംഘർഷം അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും തുടരുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഇപ്പോഴും സംഘർഷം അവസാനിക്കുന്നില്ല. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിയോഫൻ, നേതൃത്വം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? തിയോഫനാണ് വിവരങ്ങൾ നൽകുന്നത്. തൃശൂർ DCCയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുരളീധരന്റെ തോൽവി കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുറന്ന കയ്യാങ്കളിയിലേക്ക് തൃശൂർ DCC ഓഫീസിൽ നടക്കുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. കെ മുരളീധരന്റെ അനുയായിയായ സജീവനെ അവിടുത്തെ DCC പ്രസിഡന്റായ ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.